പൊട്ടിത്തെറിച്ച് കൈ ഒടിഞ്ഞുന്നോ? ആശുപത്രിയിൽ ആരുണ്ട് ഒരു സഹായത്തിന്? എന്റെ പൊന്നു മേസ്ത്രി, ഇപ്പോൾ ഞാൻ എന്തേ ചെയ്യും? ഇവിടെ കിടന്ന് കരയാതെ ആശുപത്രി വരെ ഒന്ന് ചെല്ലും. എവിടെ ഓടണ? അയ്യോ, ഞാൻ സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ട് വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ പോയിക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ, ഇത് ഞാനാണ്. എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ? അയ്യോ, ആളെ തിരിച്ചറിയാൻ ഒക്കുന്നില്ലല്ലോ. ഈ മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം. അവളും പോയാ എന്നാരോ പറയണ കേട്ടു. പറയണ കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്ന്? അറിയാമായിരിക്കും മുതലാളി, ഇവരൊക്കെ ഒരു കെട്ടാണ്. നീ മരങ്ങളോഷം കിട്ടുന്ന വാക്ക് പറയാതമ്മു. എന്റെ കണ്ണു ദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്കും അറിഞ്ഞൂടെ മുതലാളി. ആരും അറിയണ്ട. കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ടും മടിയുമില്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നുമില്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 വയറ് കൂടി ആയാലോ?
അപ്പം ദൈവം എന്തിനെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ് ഞാൻ. കഴിഞ്ഞതെല്ലാം വിചാരിച്ച് മനസ്താപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാൻ. അയ്യോ, എന്നെ കൊണ്ട് എനിക്ക് അറിയാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി. ശകലം കൂടി. അരച്ചക്രത്തിന് പൊരിയുണ്ട. നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു വയറ്റുവേദന. വേദനിക്കട്ടെ. വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം ചെറുതിനെ ശീലിച്ചത് കൊണ്ടല്ലയോ? നീ അത് വാങ്ങിച്ചില്ലയോ? എന്തര്? ഓ, ഇങ്ങോട്ട് തരണമെങ്കിൽ താ. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്. ചെല്ലമ്മ, എന്തൊരു വേണോ? എരിയുള്ള കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേ. അരയ്ക്കുന്നതേ ഉള്ളൂ. നിന്റെ ഒരരപ്പ്. ആ, എല്ലാം ഞാൻ തീർത്തേക്കാം. ആ തുലുക്കനോടെ കൊഞ്ചിയും കൊഴഞ്ഞും നടന്നിട്ടല്ലേടി എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ചു തരാൻ പറ്റാത്തത്. എന്താടി നിന്റെ താക്ക് താണുപോയ? വെണി തൊട്ട് നാക്കി വെക്കും. വേണമെങ്കിൽ അല്ലേടി നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്. എന്തൊരു വേണം പറഞ്ഞോളൂ. കേട്ടല്ലോ. എവിടെ പോണേ? അവൻ അപ്പുറത്തെങ്ങാനും വന്ന് നിപ്പുണ്ടോ? നിന്റെ അത്രാങ്കണ്ണമേത്തൻ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ദൈവത്തോർത്ത് ഇങ്ങനെയൊന്നും പറയരുത്.